മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ കൃഷ്ണമോളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഇത്രയും കാലം താൻ വെറുക്കുകയും അകറ്റി നിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്ത അലീന മറ്റാരുമല്ല, അത് തന്റെ സ്വന്തം ചോരയാണെന്ന സത്യം അവളെ വല്ലാതെ പിടിച്ചുലച്ചു. ബാലചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്റെ സ്വന്തം ചേച്ചിയായിരുന്നല്ലേ അത്, എന്നിട്ടും ആ ചേച്ചിയെ ആ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ഞാനും കൂടി കൂട്ടുനിന്നല്ലോ. എന്റെ സ്വന്തം ചേച്ചിയായിരുന്നു അല്ലേ അത്, എന്നിട്ടും ആ ചേച്ചി ആ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ഞാനും കൂട്ടുനിന്നല്ലോ എന്ന ചിന്ത കൃഷ്ണമോളുടെ ഉള്ളു നീറിച്ചു. ആ കുറ്റബോധം ഒരു കനലായി അവളുടെ നെഞ്ചിലെരിഞ്ഞു. അതിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് തന്റെ അച്ഛന്റെ അവസ്ഥയായിരുന്നു. പാവം അച്ഛൻ എത്രമാത്രം വേദന സഹിച്ചാണ് ഇത്രയും നാൾ ആ വീട്ടിൽ കഴിഞ്ഞത്. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ മനുഷ്യന്റെ ത്യാഗം ഓർക്കുമ്പോൾ കൃഷ്ണമോൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ വേദനകൾക്ക് മുന്നിൽ തന്റെ സങ്കടങ്ങൾ ഒന്നുമല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്ന് നിറക്കണ്ണുകളോടെ അച്ഛനെ ചേർത്ത് പിടിച്ചു. അച്ഛൻ വിഷമിപ്പിക്കരുത്, അച്ഛൻ സങ്കടപ്പെടരുത്, അവൾ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. മകളുടെ ആശ്വാസവാക്കുകൾ കേട്ടിട്ടും ബാലചന്ദ്രന്റെ മുഖത്തെ കാർമേഘം ഒന്നും ആഞ്ഞില്ല. അയാൾ നെടുവീർപ്പിട്ടു. മോളെ, ഞാനൊരു കല്ലോ മരക്കുറ്റിയോ ഒന്നുമല്ല. എനിക്കും വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്. ഇത്രയും കാലം ഞാൻ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയി. ഇനി ആ വീട്ടിൽ അപമാനങ്ങൾ സഹിച്ച് കഴിയുക എന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ ഇത്രയും കാലം അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് ഇപ്പോഴെങ്കിലും മോൾക്ക് മനസ്സിലായി കാണുമല്ലോ. അച്ഛന്റെ വാക്കുകൾ കൃഷ്ണമോളുടെ ഹൃദയം തകർത്തു. സോറി അച്ഛാ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഒന്നും എനിക്കറിയില്ലായിരുന്നു അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ വിതുമ്പി. ബാലചന്ദ്രൻ മകളുടെ തലയിൽ തഴുകി. അയാളുടെ ശബ്ദം താഴ്ന്നു. ഞാനിത് നിന്നോട് പറയണോ എന്ന് പലവട്ടം ആലോചിച്ചതാണ്. നിന്റെ അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവരെയും കൊന്ന് ഞാനും അങ്ങ് ഒടുങ്ങിയാലോ എന്ന് പോലും. പക്ഷേ എനിക്കതിന് കഴിയില്ലല്ലോ മോളെ. ആ വാക്കുകൾ കേട്ടതോടുകൂടി തന്നെ കൃഷ്ണമോൾ ആകെ ഞെട്ടിപ്പോയി. അച്ഛൻ ഇത്രയേറെ മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവൾക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ, എനിക്ക് പേടിയാവുന്നു. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്കാരാ ഉള്ളത്? അവൾ കരച്ചിലടക്കാൻ പാടുപെട്ടു. അവൾ അയാളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. വാ അച്ഛാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, അച്ഛൻ വന്ന് കിടക്ക്. കൃഷ്ണമോള് നിർബന്ധിച്ച് ബാലചന്ദ്രനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിൽ അലീന നല്ല ഉറക്കത്തിലായിരുന്നു. ആ കാഴ്ച കണ്ടതും ബാലചന്ദ്രൻ മടിയോടെ നിന്നു. മോളെ, നീ ഇവിടെ കിടന്നോ, ഞാൻ പുറത്തിരുന്നോളാം, അയാള് പറഞ്ഞു. പക്ഷേ കൃഷ്ണമോള് സമ്മതിച്ചില്ല. അത് പറ്റില്ല അച്ഛാ, അച്ഛനും കൂടി ഇവിടെ കിടക്കണം, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാം. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ബാലചന്ദ്രനും അവിടെ കിടന്നു. ആ കിടക്കയിൽ അലീനയെ അരികിലാക്കി കൃഷ്ണമോളും കിടന്നു. ഉറങ്ങിക്കിടക്കുന്ന അലീനയുടെ മുഖത്തേക്ക് അവൾ നോക്കി. പെട്ടെന്ന് വല്ലാത്തൊരു വാത്സല്യം അവളുടെ ഉള്ളിൽ നിറഞ്ഞു. ഇത്രയും നാൾ അന്യയാണെന്ന് കരുതി അകറ്റി നിർത്തിയവൾ സത്യത്തിൽ അവൾ തന്റെ കൂടെ പിറപ്പാണ്. തന്റെ അമ്മയുടെ സ്വന്തം മകൾ, തന്റെ ചോര. ആ തിരിച്ചറിവ് കൃഷ്ണമോളിൽ അതുവരെ ഇല്ലാത്തൊരു സന്തോഷം നിറച്ചു. അവൾ പതിയെ അലീനയെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം കൃഷ്ണമോൾക്ക് തോന്നി താൻ ഇത്രയും നാൾ നഷ്ടപ്പെടുത്തിയ സ്നേഹം തിരിച്ചു പിടിക്കുകയാണെന്ന്. വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അലീനയായിരുന്നു എന്ന് അവളുടെ ധാരണ. എന്നാൽ അലീനയുടെ ഭാഗത്തു നിന്നും ചിന്തിച്ചപ്പോൾ അവൾക്കു ന്യായമുണ്ടെന്ന് കൃഷ്ണമോൾക്ക് തോന്നി. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ തോന്നിയ കുറ്റബോധം ഇപ്പോൾ വലിയൊരു സ്നേഹമായി മാറുകയായിരുന്നു. സഹോദരിയെ ചേർത്ത് പിടിച്ച് അച്ഛന്റെ സാമീപ്യത്തിൽ കൃഷ്ണമോൾ സമാധാനത്തോടെ കണ്ണടച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് വൈജയന്തി സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു. സമയം ഒരുപാടായിട്ടും ബാലചന്ദ്രനും കൃഷ്ണമോളും തിരിച്ചെത്തിയിട്ടില്ല. പുറത്തു കൂരിരുട്ട്. എങ്ങോട്ടേക്കാണ് അവർ പോയത്? അച്ഛനും മകളും മാത്രമാണോ, അതോ ഇനി അലീനയും അവർക്കൊപ്പമുണ്ടോ? ചോദ്യങ്ങൾ അങ്ങനെ വൈജയന്തിയുടെ തലച്ചോറിനെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. ഉറക്കം വരാതെ അവർ വീടിന്റെ ഉമ്മറത്ത് തന്നെ കുത്തിയിരുന്നു. ഒടുവിൽ സഹിക്കെട്ട് അവർ രാജീവനെ വിളിച്ചു. ഫോണെടുത്ത പാടെ വൈജയന്തി പൊട്ടിത്തെറിച്ചു. രാജീവ, നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ നാടകങ്ങളൊക്കെ? മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കില്ല. ഇറങ്ങിപ്പോകുമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയില്ല ഇത്രയും ധൈര്യം കാണിക്കുമെന്ന്. ഇതിപ്പോ നേരം വെളുക്കാറായി, ഇതുവരെ അവരെത്തിയിട്ടില്ലല്ലോ. മറുതലക്കൽ രാജീവൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വൈജയ്, നീ ഒന്ന് അടങ്ങ്. അവർ എവിടെ പോവാനാണ്? ബാലചന്ദ്രനും കൃഷ്ണമോളെയും കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തുണ്ടാവും. നീ ഒന്ന് സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടും രാജീവേട്ട? എനിക്ക് തോന്നുന്നത് അവര് ആ അലീനയും കൂട്ടിയിട്ട് എങ്ങോട്ടേക്കോ പോയെന്നാണ്. അലീനയും കൂടി അവർക്കൊപ്പമുണ്ടെങ്കിലോ? വൈജയന്തിയുടെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞു. അങ്ങനെ സംഭവിക്കോ? എനിക്ക് തോന്നുന്നില്ല, രാജീവൻ സംശയം പ്രകടിപ്പിച്ചു. എന്താ സംഭവിക്കാത്തത്? കൃഷ്ണയ്ക്ക് ഇപ്പോഴും അവളുടെ അച്ഛനോടാണ് കൂറ്. ബാലചന്ദ്രൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും. എന്നോട് അവൾക്കിപ്പോ ദേഷ്യമായിരിക്കും. ഇനിയിപ്പോ ഈ പാതിരാത്രി ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ്?
നാളെ ഇത് നാട്ടുകാരറിഞ്ഞ എനിക്കുണ്ടാവുന്ന നാണക്കേട് ആലോചിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനേക്കാൾ വലിയ നാണക്കേടാവും ഇത്. വൈജയന്തിയുടെ ആദ്യം മുഴുവൻ സ്വന്തം അഭിമാനത്തെക്കുറിച്ചായിരുന്നു. ഭർത്താവിനെയോ മകളെയോ ഓർത്തുള്ള വേദനയേക്കാൾ അലീന അവർക്കൊപ്പം ചേരുമോ, താൻ തോറ്റുപോകുമോ എന്ന ചിന്തയായിരുന്നു അവരെ അലട്ടിയിരുന്നത്. രാജീവൻ അവരെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ഫോൺ വെച്ചു. എങ്കിലും രാജീവനും ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. അലീന എറണാകുളത്തെ വീട്ടിലെത്തിയിട്ടില്ല എന്ന വിവരം അയാൾക്കും അറിയാമായിരുന്നു. ഒരു പക്ഷേ ബാലചന്ദ്രൻ അലീനയെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തങ്ങൾ കളിച്ച കളികളെല്ലാം തന്നെ പാഴായി പോവുമല്ലോ. അങ്ങനെ നേരം വെളുത്തു. ജനലിലൂടെ എത്തിനോക്കി സൂര്യപ്രകാശം അലീനയുടെ മുഖത്തേക്ക് വന്നു വീണു. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കൃഷ്ണമോളെയാണ്. ആ കാഴ്ച അലീനയെ അത്ഭുതപ്പെടുത്തി. അവൾ പതുക്കെ കൃഷ്ണമോളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അപ്പുറത്ത് ബാലചന്ദ്രൻ ശാന്തമായി ഉറങ്ങുന്നു. അലീന കൃഷ്ണമോളുടെ മുടിയിഴകളിൽ തലോടി. തന്റെ അനിയത്തിക്കുട്ടി ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ തോന്നിയ അതേ സ്നേഹം അന്ന് തന്നെ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച കൃഷ്ണമോള് ഇടയ്ക്ക് വെച്ച് അകന്നുപോയെങ്കിലും ഇപ്പോൾ വീണ്ടും പഴയതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ സ്നേഹത്തോടെ തന്നെ പുണർന്നു കിടക്കുന്നു. അലീനയുടെ മനസ്സിൽ സന്തോഷം തിരതല്ലി. താൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ അവളിൽ ശക്തിപ്പെട്ടു. അലീന മെല്ലെ എഴുന്നേറ്റു. കുളിച്ച് ഫ്രഷായി വരുമ്പോഴേക്കും ബാലചന്ദ്രൻ ഉണർന്നിരുന്നില്ല. രാത്രി വൈകിയാകും അദ്ദേഹം ഉറങ്ങിയത് എന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ ജനലരികിൽ ചെന്നു നിന്നു. പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കുമ്പോഴും അവളുടെ മനസ്സ് നിറയെ ആശങ്കകളായിരുന്നു. ഇനി എന്താവും? താൻ കാരണം ഈ കുടുംബം തകരുമോ? താൻ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ലേ? പല ചിന്തകൾ അവളെ അങ്ങനെ വേട്ടയാടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ഉണർന്നു. എഴുന്നേറ്റു വന്ന ബാലചന്ദ്രൻ അലീനെ കണ്ടു. നീ എപ്പോഴാ എഴുന്നേറ്റത്? അയാൾ ചോദിച്ചു. കുറച്ചു സമയമായെന്ന് അലീന മറുപടി നൽകി. ബാലചന്ദ്രൻ കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും അലീന ചായ തയ്യാറാക്കിയിരുന്നു. അവൾ സ്നേഹത്തോടെ ചായ അദ്ദേഹത്തിന് നീട്ടി. നീ കുടിച്ചോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. കൃഷ്ണമോൾ അപ്പോഴേക്കും ഉറക്കത്തിലായിരുന്നു. അലീന മടിച്ചു ചോദിച്ചു. സാറേ, നമ്മൾ ഇനി എന്താ ചെയ്യാ? ബാലചന്ദ്രൻ ചായ കുടിച്ചുകൊണ്ട് ചോദിച്ചു. എന്തു ചെയ്യാനാ? നമ്മൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതല്ലേ? ശരിക്കും നിങ്ങളെയല്ലേ എന്നെയാണ് ഇറക്കി വിട്ടത്. എന്റെ കൂടെ നിങ്ങളും ഇറങ്ങി വന്നതല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ? അലീനയുടെ വാക്കുകൾ മുറിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. സാറും കൃഷ്ണമോളും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോണം. ഇത് കേട്ടതും ബാലചന്ദ്രന്റെ മുഖഭാവം അങ്ങ് മാറി. അങ്ങനെ പോവാനാണെങ്കിൽ പിന്നെ നിന്നെ ഞാൻ കൂടെ കൂട്ടേണ്ട കാര്യമുണ്ടായിരുന്നു അലീനെ? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നീ എന്റെ കൃഷ്ണമോളെ പോലെ തന്നെയാണ്. ഈ സംഭാഷണം കേട്ടുകൊണ്ട് തന്നെ കൃഷ്ണമോൾ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛന്റെ വാക്ക് ഓരോന്നും അവളുടെ ഹൃദയത്തിൽ തട്ടി. ബാലചന്ദ്രൻ തുടർന്നു. എനിക്ക് കൃഷ്ണമോളെ പോലെ തന്നെയാണ് നീയും. അതിലൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് നിന്നെ ഒരു കാരണവശാലും ഞാൻ ഒരിടത്തേക്കും പറഞ്ഞു വിടില്ല. ഞങ്ങൾ എവിടെയുണ്ടോ അവിടെ നീയും ഉണ്ടാവും. അലീന വീണ്ടും പറഞ്ഞു. പക്ഷേ സർ, ഞാൻ കാരണം ഇനിയും പ്രശ്നങ്ങളുണ്ടായാലോ? നീ കാരണം പ്രശ്നോ? ഇപ്പോൾ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ പ്രശ്നമൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്ക്. എന്തു വന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ വാക്കുകൾ അലീനക്ക് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. സ്വന്തം അമ്മയായ വൈജയന്തിക്ക് നൽകാൻ കഴിയാത്ത സ്നേഹവും സുരക്ഷിതത്വവും അമ്മയുടെ രണ്ടാം ഭർത്താവായ ഈ മനുഷ്യൻ നൽകുന്നു. സ്വന്തം അച്ഛനെ പോലെ തന്നെ ചേർത്ത് പിടിക്കുന്നു. ആ സ്നേഹം നിരസിക്കാൻ അലീനക്ക് കഴിയില്ലായിരുന്നു. സംഭാഷണം കഴിഞ്ഞ് അലീന മുറിയിലേക്ക് വന്നപ്പോൾ കൃഷ്ണമോൾ കട്ടിലിരിക്കുന്നത് കണ്ടു. മോൾ എഴുന്നേറ്റോ? ഞാൻ ചായ എടുത്തു തരട്ടെ? അലീന ചോദിച്ചു. കൃഷ്ണമോൾ ഒന്നും മിണ്ടാതെ അലീനയെ തന്നെ നോക്കിയിരുന്നു. ആദ്യമായി കാണുന്നത് പോലെയായിരുന്നു ആ ഒരു നോട്ടം. എന്താ മോളെ, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അലീന അടുത്തു ചെന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ കൃഷ്ണമോൾ അലീനയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അലീന പകച്ചുപോയി. എന്താ മോളെ, എന്തു പറ്റി? കൃഷ്ണമോൾ തേങ്ങലുകൾക്കിടയിലൂടെ പറഞ്ഞു. ചേച്ചിക്കെങ്കിലും എന്നോട് ഈ ഒരു സത്യമെല്ലാം തന്നെ തുറന്നു പറയാമായിരുന്നു. അച്ഛൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ടതോടുകൂടെ തന്നെ അലീന ആകെ തകർന്നുപോയി. താൻ ഒളിപ്പിച്ചു വെച്ച സത്യം, തന്റെ ജനന രഹസ്യം കൃഷ്ണമോൾ അറിഞ്ഞിരിക്കുന്നു. അലീന ആകെ പരിഭ്രമിച്ചു. അത് താൻ ആരോടും പറയരുതെന്ന് കരുതിയതാണ്. കൃഷ്ണമോൾ അവളെ തടഞ്ഞു. ചേച്ചി, ഇനിയൊന്നും പറയണ്ട. ചേച്ചിക്ക് ഞങ്ങളെ വിട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ? അതിനി ഞാൻ സമ്മതിക്കില്ല. ഇനി ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ വേണം. അച്ഛനും ഞാനും ചേച്ചിയെ വിട്ടുകളയില്ല. അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അവൾ കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചു. രണ്ട് സഹോദരിമാരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇത്രയും നാൾ നഷ്ടപ്പെട്ട സ്നേഹം ആ കണ്ണുനീരിലെല്ലാം അലിഞ്ഞുപോയി. ഇനി താൻ എവിടെ നിന്നും പോകില്ലെന്ന് അലീന മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതേസമയത്ത് തന്നെ മനുശങ്കർ ആകെ ടെൻഷനിലായിരുന്നു. ബാലചന്ദ്രനെയും കൃഷ്ണമോളെയും കാണാതായിട്ട് മണിക്കൂറുകളായി. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അലീന എറണാകുളത്ത് എത്തിയിട്ടില്ലെന്നും അറിഞ്ഞു. അമ്മാവന്മാര് എന്ത് ചെയ്തു കാണും? അലീനയെ എവിടേക്കെങ്കിലും ഉപേക്ഷിച്ചോ? അതോ അലീന അവർക്കൊപ്പമുണ്ടോ? മനു ആകെ തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴാണ് ബാലചന്ദ്രന്റെ ഫോൺ ഓൺ ചെയ്തത്. മനുശങ്കറിന്റെയും വൈജയന്തിയുടെയും നിരവധി മിസ് കോളുകൾ അതിലുണ്ടായിരുന്നു. അദ്ദേഹം മനുവിനെ തിരിച്ചു വിളിച്ചു. ഫോൺ എടുത്ത ഉടനെ തന്നെ മനു ചോദിച്ചു. അങ്കിൾ എവിടെയാണ്? രാത്രി എത്ര തവണ ഞാൻ വിളിച്ചു എന്നറിയോ? കൃഷ്ണമോൾ എവിടെ? അലീന കൂടെയുണ്ടോ? ബാലചന്ദ്രൻ ശാന്തനായി മറുപടി പറഞ്ഞു.
മനു, നീ വിഷമിക്കാതിരിക്ക്, ഞങ്ങളൊക്കെ സുരക്ഷിതരാണ്. അലീനയും എന്റെ കൂടെയുണ്ട്. ഇത് കേട്ടപ്പോഴാണ് മനുവിനൊന്ന് ശ്വാസം നേരെ വീണത്. സത്യമാണോ അങ്കിൾ? അവൾ കൂടെയുണ്ടോ? ഉണ്ട് മനു, അവളെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടില്ല. മനുവിന് ആശ്വാസമായി. അങ്കിൾ എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഞാനൊരു സ്ഥലത്തുണ്ട്, പക്ഷേ നീ മാത്രമേ വരാവൂ. ഈ സ്ഥലം ആരോടും പറയരുത്. ബാലചന്ദ്രൻ നിബന്ധന വെച്ചു. മനു സമ്മതിച്ചു. ഞാൻ ആരോടും പറയില്ല. അങ്കിൾ സ്ഥലം പറ. ബാലചന്ദ്രൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. അങ്കിൾ എന്താ വീട്ടിലേക്ക് തിരിച്ചു വരാത്തത്? പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തൂടെ? മനു ചോദിച്ചു. അതൊന്നും ഇപ്പൊ ആലോചിക്കുന്നില്ല മനു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. നീ വായോ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. മനുശങ്കർ അങ്ങനെ ഫോണ് വെച്ചു. ബാലചന്ദ്രൻ അലീനെ കൈവിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി. അവൻ രഹസ്യമായി അവരെ കാണാൻ പുറപ്പെട്ടു. ഇതേ സമയത്തിന് രേവതിക്കുട്ടി രാവിലെ എഴുന്നേറ്റപ്പോൾ ഗ്രേസി ആന്റിയാണ് വിവരം പറഞ്ഞത്. ഇന്നലെ രാത്രി മനു വിളിച്ചിരുന്നു, അലീന ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് ആന്റി എന്തു പറഞ്ഞു? വന്നിട്ടില്ലെന്ന് പറഞ്ഞു. രേവതിക്കുട്ടിക്ക് സംശയം തോന്നി. അവൾ വേഗം മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചു. കുറെ തവണ വിളിച്ചപ്പോൾ മുത്തശ്ശി ഫോൺ എടുത്തു. ഹലോ, ആരാ? ഇത് ഞാനാ മുത്തശ്ശി, രേവതിക്കുട്ടി, അവൾ പറഞ്ഞു. മുത്തശ്ശിക്ക് സന്തോഷവും ഒപ്പം പേടിയും തോന്നി. എന്താ മോളെ, അലീന അവിടെ എത്തിയില്ലേ? മുത്തശ്ശി ചോദിച്ചു. ഇല്ല മുത്തശ്ശി, അലീന ചേച്ചി ഇവിടെയൊന്നും എത്തിയിട്ടില്ല. മുത്തശ്ശി അത് കേട്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. അതെന്താ, ഇന്നലെ തന്നെ അവൾ ഇവിടെ നിന്നും പോന്നതാണല്ലോ. പോന്നോ? എങ്ങോട്ട്? രേവതിക്കുട്ടി ചോദിച്ചു. മുത്തശ്ശിക്ക് കള്ളം പറയാൻ കഴിഞ്ഞില്ല. അലീനയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട കാര്യങ്ങളും അവൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യവും മുത്തശ്ശി പറഞ്ഞുപോയി. സത്യം അറിഞ്ഞ രേവതിക്കുട്ടി ആകെ ഞെട്ടിത്തരിച്ചു. അലീന ചേച്ചിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയോ? എന്നിട്ട് ചേച്ചി എവിടെ പോയി? രേവതിക്കുട്ടി കരഞ്ഞുകൊണ്ട് തന്നെ മാമച്ചന്റെയും ഗ്രേസിയാമ്മന്റെ അടുത്തേക്ക് ഓടിപ്പോയി. വൈജയന്തിയുടെ വീട്ടിൽ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ബാലചന്ദ്രൻ എങ്ങാനും ഇനി തിരിച്ചു വരുമോ? മനുശങ്കർ എന്ത് ചെയ്യും? സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുവിന്റെ പ്രതികരണം എന്തായിരിക്കും? ഇതൊന്നും അറിയാതെ വൈജയന്തി സ്വന്തം അഭിമാനം തകരുമെന്ന പേരിൽ നീറി കഴിയാണ്. ഇത്ര നാളത്തേതുപോലെയല്ല. ബാലചന്ദ്രനും കൃഷ്ണമോളും അലീനയും തമ്മിലുള്ള ബന്ധം ഇപ്പോ മുൻപത്തേക്കാൾ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹത്തിന് മുൻപിൽ എന്തായാലും വൈജയന്തിയുടെ അഹങ്കാരത്തിന് തോറ്റു കൊടുക്കാതിരിക്കാം.